evening. ഇന്ന് നമുക്ക് ഇത്ര നാൾ നമ്മൾ general concept, we were dealing with general concepts of transfer of property. Now we'll get into different kinds of transfer of interest in immobile property. Immobile property പല രീതിയിലുള്ള transfers. For example, പല രീതിയിലുള്ള ട്രാൻസ്ഫർ, അതായത് ഇമ്മൂബിൾ പ്രോപ്പർട്ടിയിൽ ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന പല രീതി. ഫോർ എക്സാമ്പിൾ സെയിൽ ആവാം, മോർഗേജ് ആവാം, ലീസ് ആവാം, എക്സ്ചേഞ്ച് ആവാം. അപ്പൊ ഇങ്ങനെ പല രീതിയിലുള്ള ഇതാണ്. അതിൽ ഫസ്റ്റ് തിങ് കവർ ചെയ്തിരിക്കുന്ന TP കവർ ചെയ്തിരിക്കുന്ന ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സെയിൽ. എല്ലാവർക്കും അറിയുന്നത് അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ല സെയിൽ. സെയിൽ ഈസ് നോട്ട് ദാറ്റ് കോംപ്ലിക്കേറ്റഡ്. ഇറ്റ്സ് pretty straightforward. We can say that it is straightforward. It's നമ്മളെല്ലാവരും ചെയ്യുകയും കാണുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ സെയിൽ എങ്ങനെ ഡിഫൈൻ ചെയ്തേക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇത് സെക്ഷൻ 54 കവർ ചെയ്തിരിക്കുന്നത്. സെയിൽ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. സോ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് സെയിൽ ഈസ് a transfer of ownership in exchange for a price paid or promise or part paid and part promise. എന്ന് വെച്ചാൽ വേറെ സിമ്പിൾ ആണ്. അതായത് സെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോപ്പർട്ടിയിലുള്ള എൻറ്റയർ റൈറ്റ്. See, what is ownership right? Ownership right, if you look at what an ownership right means, it's a bundle of rights. Ownership എന്ന് പറയുന്നത് ഒരു ബണ്ടിൽ ഓഫ് റൈറ്റ്സ് ആണ്. ബണ്ടിൽ എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ അത് പൊസഷൻ വെക്കാനുള്ള I have the right to be in possession of the property. I have the right to make transaction with respect to the property. So അങ്ങനെ ഒരു ബണ്ടിൽ ഓഫ് റൈറ്റ്സ് കൂടുന്ന ഒരു മെയിൻ ബണ്ടിലിനെയാണ് നമ്മൾ ഓണർഷിപ്പ് റൈറ്റ് എന്ന് പറയുന്നത്. അതിൽ എല്ലാ റൈറ്റ്സും ഉണ്ട്. ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ മേളിൽ ഒരാൾക്ക് ഉണ്ടാകുന്ന എല്ലാ റൈറ്റ്സും ചേർന്ന ഒരു ബണ്ടിൽ ഓഫ് റൈറ്റ്സ് ആണ് ഇറ്റ്സ് ദ ഓണർഷിപ്പ് റൈറ്റ്. സോ ഓണർഷിപ്പ് റൈറ്റ് നമ്മൾ വേറൊരാൾക്ക് മറ്റൊരാൾക്ക് വി ട്രാൻസ്ഫർ മൈ ഓണർഷിപ്പ് റൈറ്റ് ഓവർ എ പെർട്ടിക്കുലർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഫോർ എ കൺസിഡറേഷൻ which is paid or part paid or promised or part promised. എന്തായാലും കുഴപ്പമൊന്നുമില്ല, നാളെ പെയ്ഡ് ആയാലും മതി എന്റെ പ്രൈസ്. അപ്പൊ അങ്ങനെ കൺസിഡറേഷന് വേണ്ടിയിട്ട് ഇഫ് യു സെൽ ദ പ്രോപ്പർട്ടി ഓർ ട്രാൻസ്ഫർ യുവർ എൻറ്റയർ റൈറ്റ്സ് ഓവർ ദ പ്രോപ്പർട്ടി, ദാറ്റ് ഈസ് ദി ഓണർഷിപ്പ് റൈറ്റ്, ദാറ്റ് ഈസ് കോൾഡ് എ സെയിൽ. Then the second point is how sale is effected. നമ്മുടെ നാട്ടില് സെയിൽ എങ്ങനെയാണ് നടത്തുക എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ദ വാല്യൂ ഓഫ് ദി ടാൻജിബിൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ഞാൻ ടാൻജിബിൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയാൻ കാരണമുണ്ട്. ഐ വിൽ കം ടു ദാറ്റ്. സോ ടാൻജിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് തൊടാൻ പറ്റുന്ന പോലത്തെ പ്രോപ്പർട്ടിയാണ്. വെദർ ദ പ്രോപ്പർട്ടി ഈസ് വിസിബിൾ, വെദർ വേർ ഇറ്റ് ഈസ് ടാൻജിബിൾ, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ടാൻജിബിൾ ഇൻടാൻജിബിൾ ഒക്കെ. സോ ഇൻ കേസ് ഓഫ് എ ടാൻജിബിൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വേർ ദ വാല്യൂ ഈസ് മോർ ദാൻ ₹100, 100 രൂപയിൽ കൂടുതൽ വാല്യൂ ഉള്ള ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ സച്ച് എ പ്രോപ്പർട്ടി ക്യാൻ ബി സോൾഡ് ഓൺലി ത്രൂ എ രജിസ്റ്റേർഡ് ഇൻസ്ട്രുമെന്റ് ഓഫ് സെയിൽ. അങ്ങനെ അല്ലാതെ അത് സെൽ ചെയ്യാൻ പറ്റില്ല. അതായത് 100 രൂപ വാല്യൂ കൂടുതലുള്ള ഏത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിലും അത് വിൽക്കുന്നത് ഒരു ഡോക്യുമെന്റ് എഴുതി സബ് രജിസ്ട്രാർ ഓഫീസിൽ എന്നിട്ട് രജിസ്റ്റർ ചെയ്തിട്ടേ പറ്റുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ അത് സെൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അതല്ല, ഇനി 100 രൂപ താഴെയുള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ 100 രൂപ താഴെ വില, ഇപ്പൊ നമ്മുടെ നാട്ടിൽ 100 രൂപ താഴെയുള്ള പ്രോപ്പർട്ടി ഒന്നും ഇമ്മൂവബിൾ പ്രോപ്പർട്ടി പ്രത്യേകിച്ച് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പം ഉണ്ടെങ്കിൽ തിയറിറ്റിക്കലി അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഇഫ് ദ വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി ഇസ് ലെസ് ദാൻ 100, ഇതിന്റെ സെയിൽ നടത്താൻ there are two options. One, either you can execute a sale deed, നേരത്തെ പറഞ്ഞ രജിസ്റ്റേർഡ് ഡോക്യുമെന്റ് വേണമെങ്കിൽ ചെയ്യാം, or it can be done by delivery of possession of property. ആ പ്രോപ്പർട്ടിയുടെ പൊസഷൻ അത് വേറൊരാൾക്ക് ആ ഡെലിവറി കൊടുത്തു കഴിഞ്ഞാൽ 100 രൂപ താഴെയുള്ള പ്രോപ്പർട്ടിയുടെ ഇതാവും. ഇനി ഈ ഇൻടാൻജിബിൾ എന്ന് പറയാനുള്ള കാരണം വെച്ചാൽ there are other rights also which are classified as immobile property. ടാൻജിബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന വസ്തു, സ്ഥലം, തൊടാം, കാണാം. ഇനി നമുക്ക് ചില റൈറ്റ്സ് ഉണ്ട് which is also considered as immobile property which cannot be touched or intangible rights. ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ റിവേർഷൻ റൈറ്റ് അല്ലെങ്കിൽ അതർ ഇൻടാൻജിബിൾ റൈറ്റ്സ്. സെക്ഷനിൽ പറയുന്ന 2 റൈറ്റ് ആണ്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ കൂടെ തന്നെ ടാൻജിബിൾ പ്രോപ്പർട്ടിയുടെ കൂടെ തന്നെ പറയുന്നത് റിവേർഷൻ റൈറ്റ് ഓർ അതർ ഇൻടാൻജിബിൾ പ്രോപ്പർട്ടി എന്നാണ് പറയുക. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റിവേർഷൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് എ റിവേർഷൻ? റിവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ദി ലാൻഡ് ലോഡ്, ഒരു ലീസിന്റെ അഗ്രിമെന്റിൽ ഒരു ലാൻഡ് ലോഡിനുള്ള റൈറ്റ് ആണ് റിവേർഷൻ. ലാൻഡ് ലോഡിന് ഫ്യൂച്ചറിൽ വൺസ് ദ ലീസ് ഈസ് എക്സ്പയർഡ്, the landlord or his legal heirs as the case may be, they have the right to get the property back. അപ്പം ഒരു ലാൻഡ് ലോഡിന് ഈ പ്രോപ്പർട്ടി ലീസിന്റെ ടേം കഴിയുമ്പോൾ തിരിച്ച് ആ പ്രോപ്പർട്ടി തിരിച്ച് അവനിലേക്ക്, കാരണം ലീസ് കൊടുത്തു കഴിഞ്ഞാൽ ഹി ഈസ് ഓൺലി ഹാവിംഗ് എ കൺസ്ട്രക്റ്റീവ് പൊസഷൻ ഓഫ് ദ പ്രോപ്പർട്ടി ആൻഡ് ടെക്നിക്കലി ഹി ഈസ് ദ ഓണർ ഓൾസോ. ആ ഒരു ഇതാണ്. ബട്ട് ദ എൻജോയ്മെന്റ്, ദ പൊസഷൻ, all these things are with the second person who is called the lessee. അപ്പം വാടകയ്ക്ക് ഒരു വസ്തു വീട് കൊടുത്തു കഴിഞ്ഞാൽ
it will remain the possession. Everything will remain with the lessee. അവനാണ് അത് possess ചെയ്യുന്നത്, അവനാണ് അതിൽ താമസിക്കുകയും അതിന്റെ എൻജോയ്മെന്റ് എടുക്കുകയും ചെയ്യുന്നത്. അങ്ങനത്തെ റൈറ്റ് എല്ലാം ലെസ്സിയുടെ കയ്യിലാണ്. ലെസർ ഓണർ ഹു ഇസ് ദ ലെസർ ഈസ് ഓൺലി ഹാവിംഗ് എ കൺസ്ട്രക്റ്റീവ് പൊസഷൻ. അവൻ ആക്ച്വൽ പൊസഷൻ ഇല്ല, കൺസ്ട്രക്റ്റീവ് പൊസഷൻ എന്നാണ് ഇതിന് പറയുക. അത് മാത്രമേ ഉള്ളൂ. പ്ലസ് ദ റൈറ്റ് ടു get the property back with all the rights. അപ്പൊ കൊടുത്ത റൈറ്റ്സ്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബണ്ടിൽ ഓഫ് റൈറ്റ്സിൽ കുറെ റൈറ്റ്സ് പോകുന്ന ഒരു ട്രാൻസാക്ഷൻ ആണ് ലീസ്. അതായത് ഓണർഷിപ്പ് അവിടെ നിൽക്കും, ബാക്കി പൊസഷൻ എൻജോയ്മെന്റ് എല്ലാം പോകുന്ന ഒരു ട്രാൻസാക്ഷൻ ആണ് ലീസ്. അപ്പം ഇങ്ങനെ ലീസ് വരുമ്പോഴത്തേക്കും ഈ ലീസ് തിരിച്ച് നമ്മുടെ കയ്യിൽ എത്താനുള്ള ലാൻഡ് ലോഡിന് എത്തുന്ന ആ റൈറ്റ് ആണ് ഇറ്റ്സ് കോൾഡ് എ റിവേർഷൻ. സോ ദ റൈറ്റ് ഓഫ് ദ ലെസർ or is legalized once the lease is expired to get back the property is a reversion. But reversion, that is also an immobile property. Pinnu oru intangible immobile property ennu parayam, for example right to future rent. Other rights arising out of immobile properties are also considered as immobile property. Appo future rent allengil ferry kulla right angane kore rights, crops future edukkanulla oru transaction undengil oru contract undengil adu appo angane cheladokke those are intangible rights. അല്ലെങ്കിൽ ഒരു യൂസുഫ്രാക്ടറി മോർഗേജിന്റെ മോർഗേജിക്കുള്ള റൈറ്റ്. എന്താണ് യൂസുഫ്രാക്ടറി മോർഗേജ്? വിൽ കം ടു ദാറ്റ് ലേറ്റർ. യൂസുഫ്രാക്ടറി മോർഗേജ് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അറിയാമോ എന്താണെന്ന് ഉള്ളത്? സോ ഞങ്ങൾക്ക് എല്ലാവർക്കും മോർഗേജ് എന്താണെന്ന് അറിയില്ല. നമ്മൾ വസ്തു ഈടാക്കി പണം എടുക്കുന്നതിനാണ് മോർഗേജ് എന്ന് പറഞ്ഞാൽ. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ യൂസുഫ്രാക്ടറി മോർഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the person who does the mortgage is the mortgager, who is the owner is the mortgager. അപ്പം ഈ ഓണർ പൈസ വാങ്ങിയിട്ട് അത് തിരിച്ചു പിടിക്കാൻ അതിന്റെ ആ പൈസ കടക്കാരന്റെ ക്രെഡിറ്ററിന് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ആദായം എടുക്കാനുള്ള റൈറ്റ് കൊടുക്കും. ദാറ്റ് കൈൻഡ് ഓഫ് എ മോർഗേജ് ഇസ് കോൾഡ് എ യൂസുഫ്രാക്ടറി മോർഗേജ്. ദ മോർഗേജ് ഡെറ്റ് വിൽ ബി adjusted from the proceeds of the which are usufructs or proceeds which are deriving out of the property. അതായത് ഇപ്പൊ എനിക്കൊരു 10 ഏക്കർ തെങ്ങും തോപ്പുണ്ടെന്ന് വെക്കുക. എനിക്ക് 10 ഏക്കർ തെങ്ങും തോപ്പുണ്ട്, അത് മാത്രമേ ഉള്ളൂ, എനിക്ക് വേറെ വരുമാനമൊന്നുമില്ല. അപ്പൊ എനിക്ക് ഒരു അത്യാവശ്യം പൈസ വന്നു. അപ്പൊ ഞാൻ മിസ്റ്റർ സഫി മോഹന്റെ അടുത്ത് പോയിട്ട് ഒരു 10 ലക്ഷം രൂപ, ഒരു 5 ലക്ഷം രൂപ ഞാൻ സഫി മോഹന്റെ അടുത്ത് കടം വാങ്ങിയിട്ട് ഞാൻ എന്നിട്ട് ആ പ്രോപ്പർട്ടി എന്ത് ചെയ്തു? I have given a usufructory mortgage in favor of Safi Mohan, wherein I have permitted Mr. Safi Mohan to take all the usufructs from my property and adjust it towards my mortgage debt. അതായത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞുള്ള ഗുണം എന്താണ്? സഫി മോഹന് നാളെ ഒരു പെർട്ടിക്കുലർ കാലം വരെ എന്റെ പ്രോപ്പർട്ടി എന്നുള്ള തേങ്ങയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ യൂസുഫ്രക്സ് എടുത്ത് അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് പുള്ളിക്ക് എടുത്താൽ ദാറ്റ് കൈൻഡ് ഓഫ് എ മോർഗേജ് ഇസ് കോൾഡ് യൂസുഫ്രാക്ടറി മോർഗേജ്. അപ്പൊ യൂസുഫ്രാക്ടറി മോർഗേജിൽ എപ്പോഴും പൊസഷൻ മറ്റേ അത് കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം പൊസഷൻ കൊടുക്കാത്ത കേസുകളിൽ ദ റൈറ്റ് ഓഫ് ദ മോർഗേജി അണ്ടർ എ യൂസുഫ്രാക്ടറി മോർഗേജ്, ദാറ്റ് റൈറ്റ് ഈസ് ഓൾസോ എൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വിച്ച് ഈസ് ഇൻടാഞ്ചിബിൾ ഇൻ നേച്ചർ. അപ്പം ഞാൻ പറഞ്ഞതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇങ്ങനത്തെ ഇൻടാഞ്ചിബിൾ റൈറ്റ്സും അല്ലെങ്കിൽ റിവേർഷൻ റൈറ്റ്സും ഇത് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിലും ആ രജിസ്റ്റേർഡ് ഡോക്യുമെന്റ് ഈസ് mandatory as per Transfer of Property Act as well as the provisions of the Registration Act. ഇതേ സാധനം രജിസ്ട്രേഷൻ ആക്ടിൽ കവർ ചെയ്തിട്ടുണ്ട്. കാരണം ഈ 100 രൂപ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ടാഞ്ചിബിൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ 100 രൂപയുടെ സാധനവും അത് രജിസ്റ്റേർഡ് ഡോക്യുമെന്റ് വേണം. അതല്ല റിവേർഷൻ ഒക്കെ ആണെങ്കിൽ അതിന്റെ 100 രൂപയുടെ ആ ഒരു ത്രെഷോൾഡ് പറയുന്നില്ല. എന്തായാലും നിങ്ങൾ ട്രാൻസ്ഫർ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ഇനി വരുന്നത് എന്താണ്, ഇനി ഒരു ചെറിയൊരു കാര്യം നിങ്ങൾ ജസ്റ്റ് ഒരു കാര്യം, അതായത് അരിയേഴ്സ് ഓഫ് റെന്റ്. ഞാൻ നേരത്തെ പറഞ്ഞു റൈറ്റ് ടു ഫ്യൂച്ചർ റെന്റ്. റൈറ്റ് ടു ഫ്യൂച്ചർ റെന്റ് എന്ന് പറയുന്നത് റിമൂവബിൾ പ്രോപ്പർട്ടി ആയിട്ട് കൺസിഡർ ചെയ്യുന്ന കാര്യമാണ്. ബിക്കോസ് ദിസ് ഇസ് ദാറ്റ് റൈറ്റ് ടു ഫ്യൂച്ചർ റെന്റ് ഈസ് എ റൈറ്റ് വിച്ച് ഈസ് അറൈസിംഗ് ഔട്ട് ഓഫ് ആൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. സോ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. റൈറ്റ് ടു ഫ്യൂച്ചർ റെന്റ്. ഇപ്പൊ ഞാൻ ഒരു വസ്തു ഞാൻ വാടകയ്ക്ക് കൊടുത്തിരിക്കുവാണ്, ഒരു തേർഡ് പാർട്ടിക്ക് വാടകയ്ക്ക് കൊടുത്തേക്കുവാണ്, ആൻഡ് ഐ എം കളക്ടിങ് റെന്റ്. നാളെ എനിക്കൊരു ആവശ്യം വന്നപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ എമൗണ്ട് ഞാൻ ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ ബാങ്കിൽ ചെയ്യാറുള്ളതാണ്. ദിസ് ഇസ് അസറ്റ് മറ്റേ റെന്റ് സെക്യൂരിറ്റൈസേഷൻ ലോൺ എന്നതോട് ഞങ്ങളൊക്കെ ബാങ്കിൽ ചെയ്യാറുള്ള ഒരു സാധനമാണിത്. അതായത് ഈ ഓണറിന്റെ റൈറ്റ് ടു കളക്ട് റെന്റ് കൺവേ ചെയ്തിട്ട് വേറൊരാളുടെ നിന്ന് പൈസ വാങ്ങിക്കും. പൈസ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓണറിന് പിന്നെ റെന്റ് കളക്ട് ചെയ്യാൻ പറ്റില്ല. ദ റെന്റ് വിൽ ബി കളക്ടഡ് ബൈ ദി അതർ പേഴ്സൺ അസൈനി ഓഫ് ദി ഓണർ. അപ്പൊ അങ്ങനെ
റെന്റ് വേറൊരാൾക്ക് കളക്ട് ചെയ്യാനുള്ള റൈറ്റ്. അപ്പൊ ഈ റൈറ്റ് എന്ന് പറയുന്ന ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്, റൈറ്റ് ടു കളക്ട് റെന്റ്, ബിക്കോസ് ദിസ് ഇസ് എ റൈറ്റ് അറൈസിംഗ് ഫ്രം ആൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. അപ്പൊ അതൊരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്. റൈറ്റ് ടു ഫ്യൂച്ചർ റെന്റ്, വേറാസ് ഇനി എന്റെ വ്യത്യാസം അരിയേഴ്സ് ഓഫ് റെന്റ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഇതിന് തമ്മിലുള്ള ഒരു വലിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അരിയേഴ്സ് ഓഫ് റെന്റ് എന്ന് വെച്ചാൽ എനിക്ക് ഇത്രയും നാൾ ഒരു വാടകക്കാരൻ്റെ കയ്യിൽ നിന്ന് കുറെ കുടിശ്ശികയായിട്ട് ഒരു 10 ലക്ഷം രൂപ കിട്ടാനുണ്ടെന്ന് വെക്കുക. സോ ദാറ്റ് ഈസ് മൈ അരിയേഴ്സ് ഓഫ് റെന്റ്, എനിക്കത് കിട്ടാനുള്ള അരിയേഴ്സ് ആണ്. ഈ അതിനുള്ള അരിയേഴ്സ് ഓഫ് റെന്റിനോടുള്ള ക്ലെയിം ഐ ക്യാൻ അസൈൻ ഇറ്റ് ടു എ തേർഡ് പാർട്ടി. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ അരിയേഴ്സ് ഓഫ് റെന്റിന്റെ കാര്യത്തിൽ കോടതികളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് എൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. വൈ? റൈറ്റ് ടു ഫ്യൂച്ചർ റെന്റ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണ് എന്ന് പറഞ്ഞു. പക്ഷേ അറ്റ് ദ സെയിം ടൈം അരിയേഴ്സ് ഓഫ് റെന്റിനുള്ള റിക്കവറി ഓഫ് അരിയേഴ്സ് ഓഫ് റെന്റ് എന്ന് പറഞ്ഞ സാധനം ഇറ്റ്സ് നോട്ട് എൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ഇറ്റ്സ് ജസ്റ്റ് എ മൂവബിൾ പ്രോപ്പർട്ടി. വൈ? കാരണം അരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി അത് എനിക്ക് അക്രൂവ് ചെയ്ത റൈറ്റ് ആണ്, എനിക്ക് അത് കിട്ടാനുള്ള റൈറ്റ്, അതെന്റെ ഡെറ്റ് ആണ്. സോ അതൊരു ഡെറ്റ് മാത്രമാണ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഡെറ്റ് ഈസ് എ മൂവബിൾ പ്രോപ്പർട്ടി, ഇറ്റ്സ് നോട്ട് എൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. അപ്പൊ അതൊരു പ്രോപ്പർട്ടി ഒന്നും അപ്പൊ ആ റെന്റ് എഗ്രിമെന്റ് പോയി തന്നെ നോക്കുക. റെന്റ് എഗ്രിമെന്റിന്റെ ടെർമിനേഷൻ ആയാൽ പോലും ആ അരിയേഴ്സ് കിട്ടാനുള്ള റൈറ്റ് വിൽ സബ്സിസ്റ്റ്, ആൻഡ് ദാറ്റ് റൈറ്റ് ഐ ക്യാൻ കൺവേ ഇറ്റ് ടു എ തേർഡ് പാർട്ടി ഓർ അസൈൻ ഇറ്റ് ടു എ തേർഡ് പാർട്ടി. അപ്പൊ അവിടെ ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വേണം എന്നില്ല. ഒരു അരിയേഴ്സ് ഓഫ് റെന്റിന്റെ കാര്യം അസൈൻ ചെയ്യുന്ന സമയത്ത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഈസ് നോട്ട് എ പ്രീ റിക്വസിറ്റ്. അപ്പൊ ആ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഇല്ലെങ്കിൽ അതൊരു കടമാണ്, എനിക്ക് എവിടുന്നോ കിട്ടാനുള്ള ഒരു കടമാണ്, അത് ഞാൻ അസൈൻ ചെയ്യുവാണ്. ഓൾറെഡി അക്രൂവ് ചെയ്തതാണ്, അത് എവിടുന്നോ ഏതോ സോഴ്സിൽ നിന്ന് അക്രൂവ് ചെയ്തിട്ട് സെയിം തിങ് ഐ എം അസൈനിങ് ഇറ്റ് ടു എ തേർഡ് പാർട്ടി. അപ്പൊ അതൊരു ഡെറ്റ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ മാത്രമേ വരുള്ളൂ. അതുകൊണ്ട് അതിനെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് കൺസിഡർ ചെയ്യാറില്ല. വേറെ ഫ്യൂച്ചർ റെന്റ്, കാരണം അതിങ്ങനെ പ്രോപ്പർട്ടിയിൽ നിന്ന് അക്രൂവ് ചെയ്യേണ്ടിയ സാധനമാണ്, അതിനുള്ള റൈറ്റ് ഇറ്റ്സ് ആൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഇനി അടുത്തൊരു ഒരു മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് ഫോർ സെയിൽ ആണ്. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും എഗ്രിമെന്റ്, നമ്മൾ എഗ്രിമെന്റ് വസ്തു വാങ്ങിക്കാൻ പോകുമ്പോൾ എഗ്രിമെന്റ് വെക്കുന്ന ഒരു പരിപാടിയുണ്ട്. എ കോൺട്രാക്ട് ഫോർ സെയിൽ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഈസ് എ കോൺട്രാക്ട് ദാറ്റ് എ സെയിൽ ഓഫ് സച്ച് പ്രോപ്പർട്ടി ഷാൽ ടേക്ക് പ്ലേസ് ഓൺ ടേംസ് സെറ്റിൽഡ് ബിറ്റ്വീൻ ദ പാർട്ടീസ് എന്നാണ് അതിന്റെ ഒരു സെക്ഷൻ 55 അതിന്റെ ഡെഫിനിഷൻ. ഇപ്പം സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, പക്ഷെ അതിന്റെ അകത്തേക്ക് പോവുകയാണെങ്കിൽ അതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മള് ഈ ഞാൻ സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് ഇതിന്റെ അകത്ത് ചില വ്യത്യാസങ്ങളാണ് ഞാൻ പറയാം. അതായത് ഒരാള് വസ്തു വയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ എഗ്രിമെന്റ് വെക്കുക എന്ന് പറയാം. അതെന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി എൻറ്റർ ഇൻ ടു എ കോൺട്രാക്ട് ഫോർ സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു എഗ്രിമെന്റിൽ seller and a prospective buyer, they enter into an agreement regarding a sale which has to take place on a future date. അപ്പം ഒരു സെയിലില് നമ്മൾ എഗ്രിമെന്റ് ഉണ്ടാകും, ഇതാണ് ഇതിന്റെ കൺസിഡറേഷൻ. സോ ദ ടേംസ് ഓഫ് ദ സെയിൽ വിൽ ബി സെറ്റിൽഡ് ബിറ്റ്വീൻ ദ പാർട്ടീസ് അണ്ടർ ദ കോൺട്രാക്ട്. അതായത് ഇത്ര രൂപയാണ് അതിന്റെ വില, പെർസെന്റ് അല്ലെങ്കിൽ ഇതിന്റെ വില ഇത്രയാണ്, ആ വില എന്നാണ് ഞാൻ പേ ചെയ്യേണ്ടത്, എന്നാണ് പേ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നാണ് എക്സിക്യൂഷൻ ഓഫ് ദ സെയിൽ ഡീഡ്, ഇന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു തമ്മിൽ എൻറ്റർ ചെയ്യുന്ന ഒരു എഗ്രിമെന്റ് ആണ് കോൺട്രാക്ട് ഫോർ സെയിൽ, which settles the terms of the sale. But the selling or the sale or the transfer of interest or transfer of ownership, that does not take place under the contract for sale. Contract for sale അടിയിൽ യാതൊരു ഇൻട്രസ്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല. ജസ്റ്റ് എ കോൺട്രാക്ച്വൽ ഒരു കോൺട്രാക്ച്വൽ അറേഞ്ച്മെന്റ് ആണ്, വേർ ദ സെയിൽ ഹാസ് ടു ബി എക്സിക്യൂട്ടഡ് subject to compliance of certain terms and conditions. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സെക്ഷൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കോൺട്രാക്ട് ഓഫ് സെയിൽ ബൈ ഇറ്റ് ഡസ് നോട്ട് ബൈ ഇറ്റ് സെൽഫ് ക്രിയേറ്റ് എനി ഇൻട്രസ്റ്റ് ഓർ ചാർജ് ഇൻ സച്ച് പ്രോപ്പർട്ടി. അതുകൊണ്ട് ഒരു എഗ്രിമെന്റ് ഫോർ സെയിൽ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് ആ പ്രോപ്പർട്ടിയിൽ, അതായത് ബയർ, പ്രോസ്പെക്റ്റീവ് ബയറിന് ആ പ്രോപ്പർട്ടിയിൽ യാതൊരുവിധ ഇൻട്രസ്റ്റോ ചാർജോ ഉണ്ടാവുന്നില്ല. ദെൻ വാട്ട് ഈസ് ദ റെമഡി അവൈലബിൾ ടു എ പേഴ്സൺ? എന്തായിരിക്കും ഈ ഒരു ബയർ ഒരു കോൺട്രാക്ട് ഫോർ സെയിലിൽ എൻറ്റർ ചെയ്തിട്ട് the seller is not selling the property despite the buyer being ready to pay the sale consideration. അങ്ങനെയുള്ള ഒരു ബയറിന്റെ റെമഡി എന്തായിരിക്കും? Can anyone say that what is the remedy available?